ആദരണീയനായ ഈ സമ്മേളനം നിയന്ത്രിക്കുന്നു അല്ല ഈ ആദർശ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്നു ഏറ്റവും പ്രിയകനായ ഉൾപ്പെടെയുള്ള വേദിയിലും അതുപോലെ തന്നെ സദസ്സിൽ സഹകരിച്ചിട്ടുള്ള പണ്ഡിതരെ, സൈനികരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ജ്യേഷ്ഠന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ സമ്മേളനത്തിലാണ് സംസാരിക്കേണ്ടിയിരുന്നത്. ഞാൻ ഇവിടെ ഈ സമ്മേളനത്തിൽ കുറച്ചു നേരം സന്തോഷത്തോടുകൂടി കാണുകയും അനുഭവിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി വന്നതാണ്. ഞങ്ങളുടെ നിർബന്ധം തീരുമാനിക്കാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു നമ്മുടെ യൂത്തുടൻ സ്വീകരിക്കുമാറാകട്ടെ. സംസ്ഥയുടെ 100ാം വാർഷിക ആഘോഷം സത്യത്തിൽ സംസ്ഥയും അതിന്റെ രാഷ്ട്രീയ ആകർഷണങ്ങൾ ഒരു 100 കൊല്ലം മുമ്പ് തുടങ്ങിയതല്ലെന്ന് നമുക്കറിയാം. അതിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒഴുകി വന്നതാണ്. ഒരു പ്രത്യേക ഘടനാപരമായ ചില ഉപകരണങ്ങൾ പ്രവർത്തനങ്ങൾ ആശ്ചര്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് 100 കൊല്ലം മുമ്പ് ഇങ്ങനെ പ്രസ്ഥാനത്തിന് രൂപപ്പെട്ടത്. സത്യത്തിൽ ഇതിന് ഒരു ആദർശമാണ്, ഒരു ആശയമാണ്. അതൊരു സംഘടനയെ വിമർശിച്ചതോ അതിൽ നിന്നതോ ആയി ഒതുക്കി നിർത്തേണ്ടവരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. അതുകൊണ്ട് ലോകത്തിന് വെളിച്ചം കാണിക്കേണ്ട ഉത്തരവാദിത്വമുള്ള അന്ത്യകാലത്തിൽ നിന്ന് ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ചുമതലയുള്ള നേരിന്റെ മാർഗം ഭൂമിയിലേക്ക് കാണിക്കാൻ കടമപ്പെട്ട ജനവിഭാഗത്തിന്റെ മുന്നിൽ ആ ചുമതലയോടുകൂടി സഞ്ചരിക്കുന്നവരാണ് ഈ ആശയ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ പ്രഭാഷകൻ നാം ഈ ക്യാമ്പിൽ പാലിക്കേണ്ട അച്ചടക്കങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. വിദ്വത്വം, അച്ചടക്കം, സൂക്ഷ്മത എന്നൊക്കെ അതിൽ പരാമർശിച്ചു. അത് ഈ കേവലം അവസാനിപ്പിക്കേണ്ടതല്ല, മറിച്ച് നമ്മുടെ ഈ ജീവിതത്തിൽ ബഹുവിനകളിൽ മാതൃകയായി നമ്മൾ കാണിക്കേണ്ടതാണ് എന്നതുകൂടിയാണ് ഈ പരിശീലനത്തിലൂടെ ഈ ക്യാമ്പിലൂടെ ഞാനും നിങ്ങളും സ്വായത്തമാണ്. സമൂഹത്തിൽ നേരത്തെ സംസാരിച്ച വേണുഗോപാൽ രമേശ് പറഞ്ഞതുപോലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗത്ത് സമാനമായി തന്നെ ചില സ്ഥലങ്ങളിൽ എണ്ണം നോക്കി വിമർശിക്കുവാനും അപഹസിക്കുവാനും ശ്രമിക്കുന്ന വേർതിരിയാണ്. ഇതിന് വിലയാണ് നമ്മളൊക്കെ പാർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ജനങ്ങളെ ഒന്നിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ ഒന്നിച്ച് സൗഹാർദ്ദപൂർവമായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ നമ്മളുള്ളവരാണ് ഈ ആശയഗണിക്കാം എന്ന് ആരെയും പഠിക്കേണ്ടതില്ല. ചിലപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം, വേറെ പലരും കടന്നു വരുന്നതായിരിക്കാം. എന്നാൽ മുസ്ലിങ്ങൾ മറ്റുള്ള ബഹുസ്വര സമൂഹമായി എങ്ങനെ കൈകോർത്ത് ജീവിക്കണം എന്ന് ഈ നാട്ടിന് കാണിച്ചു കൊടുത്തു. അതിന്റെ പരിമളമാണ് കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് ഭിന്നിപ്പിക്കുന്ന സ്ഥലങ്ങളിലും ആശയവും പരിഹാസവും ഏത് കൊടിമേലിൽ നിന്ന് വിട്ടാൽ നാം നമ്മുടെ നില മറക്കാതെ ഈ ബഹുസ്വര സമൂഹത്തിൽ അവരൊക്കെ ചേർത്ത് പിടിച്ച് നമ്മുടെ ആശയാകർഷങ്ങൾക്ക് മണ്ണിലേക്കാതിനെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ടേ എന്ന് നമുക്ക് ബോധ്യമുണ്ടാവണം, സാധ്യമാക്കുകയാണ്. അതുകൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടാകും. ഇഹത്തിൽ മാത്രമല്ല നാടിലേക്ക് കൂടി ഉത്തരവാദിത്വം ലഭിക്കേണ്ടവരാണ്. ആ കടലനുസരിച്ച് മുന്നേറാം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നമ്മുടെ ഉദ്ഘാടന സംഗമത്തിലെ വിശിഷ്ട അതിഥി ഇസ്ലാമിക് റിസർച്ച് അസംബ്ലി കൈറോയിലെ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ആഴിയാർ ജ്യോതിക്ക് സംസ്ഥാന ജമയത്തുൽ ഉലമയുടെ ഒരു സ്നേഹോപഹാരം വേദിയിൽ വെച്ചുകൊണ്ട് കൈമാറുകയാണ്. നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സലാബാക്കൽ സാദിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ ആഴിയാർ ജ്യോതി സാറേയും ഇവിടെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം സംസ്ഥകളുടെ ജമയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ രാഴ്വാൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹകരണ പ്രഖ്യാപനം നടത്തുകയാണ്. പ്രത്യേകിച്ചും ഈജിപ്ത് ബേസ് ചെയ്തുകൊണ്ട്, കൈറോ ബേസ് ചെയ്തുകൊണ്ട് വലിയ സാധ്യതകളാണ്, ഇതിന്റെ വാതിലുകളാണ് ഇതുവഴി തുറക്കാൻ പോകുന്നത്. രണ്ടു വാക്ക് അദ്ദേഹം വേദിയിൽ സംസാരിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله الذي فتح بمفاتح الغيوب أقفال القلوب وعجزت العقول عن إدراك كل ذاته وتاهت هموم الفتوح في ألوان معرفة صفاته. وأشهد أن لا إله إلا الله الواحد بألوهيته الأزلي بأوليته. وأشهد أن سيدنا وإمامنا محمدا عبد الله ورسوله. سيدي يا رسول الله، روحي وروحك في الضياء تهين، والشوق مني في هواك عظيم، والقلب مسرور بذكر محمد، ففي ذكره نور وفيه نعيم. صلوا عليه. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. اللهم بلغ قلب حبيبنا عن قلوب السلام واجعلنا في قلبه الشريف. أما بعد، ففي البداية أعبر عن حفاوتي وسعادتي بحضور هذا المؤتمر المبارك، وسعيد بلقاء السادة العلماء والدعاة، سعيد بلقاء فضيلة الشيخ السيد محمد جبري رئيس الجمعية، سعيد بلقاء السادة الأعضاء جميعا، سعيد بلقاء من زار مصر في وفد من الجمعية المباركة وفضيلة الشيخ عبد السلام الراغوي. سعيد جدا بكم، سعيد جدا بهذه الوجوه المضيئة بنور رسول الله، سعيد جدا بأن يربط بين الأزهر الشريف في قلب مصر المحروسة خط من النور تشترك فيه الجمعية مع الأزهر، والكل يلتقي عند نقطة واحدة، عند القبة الخضراء عند سيدنا رسول الله. دعوني أتحدث قليلا لأوصف الأزهر الشريف. جانبا من ملامح الأزهر الشريف معقل الوسطية، يتجلى دور الأزهر الشريف أعظم المؤسسات الدينية في العالم في معالجة الوعي، ويمد يده للعالم مناديا بالسلام. ولم لا؟ وقد اطلع منذ تأسيسه بدور محوري في نشر الاعتدال ومحاربة الغلو والتطرف والتشدد والتكفير، لا سيما في العقود التي تنامى فيها التطرف من عدة زوايا. ودعوني أخبركم أن فضيلة الإمام الأكبر الأستاذ الدكتور أحمد الطيب شيخ الأزهر الشريف بما يحمله من علم راسخ وبصيرة واعية
للوسطية مكانتها الأصيلة، فكانت كلماته جسورا للتفاهم ومواقفه حصنا منيعا في وجه الخارجين، ليبقى الإسلام رسالة رحمة للعالمين. نعم، لم تكن جهود الإمام الأكبر دعوة عابرة بل مشروعا فكريا متكاملا، أعاد بطل بوصلة الخطاب الديني، فجمع بين نصاعة النص الشرعي وعمق الواقع، وأرسى منهجا وسطيا يحفظ